ഓരോന്നോരോന്നായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഒരു അധികപ്പെട്ട എല്ലാ അർത്ഥത്തിലും. ഞങ്ങൾക്കൊരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. തെറ്റ് ചെയ്തിട്ട് അത് പിടിക്കപ്പെടുമ്പോ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എങ്ങനെ ഇങ്ങനെ ആയിന്നൊന്ന് ആലോചിക്കേ. നിങ്ങൾ മാത്രം ഇതിനൊക്കെ കാരണം. മതി, നിർത്ത്. ഞാനാ എല്ലാത്തിനും കാരണം. അധികം വൈകാതെ ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചോളാം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭീഷണിയൊന്നും എന്റെ അടുത്ത് വേണ്ട. നിന്നോടാ പറഞ്ഞത് നിർത്താൻ. അല്ലെങ്കിൽ വേണ്ട, നീ സംസാരിച്ചോ. ഞാനിവിടെ ഉണ്ടെങ്കിലല്ലേ അത് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പോയേക്കാം. എനിക്കറിയാം എങ്ങോട്ടാ പോകുന്നതെന്ന്. പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? അവൻ വാങ്ങിക്കൊണ്ടുവന്ന സീറ്റ്സ് എന്തിനാ നീ എറിഞ്ഞു കളഞ്ഞേ? ഏതെങ്കിലും ഒരു ആണിനെ അത് ഇഷ്ടപ്പെടുവോ? ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. വെറുതെ കാര്യം അറിയാതെ അപ്പച്ച സംസാരിക്കരുത്. സ്വന്തം ഭർത്താവ് വാങ്ങിക്കൊണ്ടുവരുന്ന മധുരപലഹാര പൊതി ഒരു ഭാര്യയെ എറിഞ്ഞു കളയില്ല. മറ്റാരെങ്കിലും വാങ്ങിക്കൊടുത്തു വിട്ടത് എറിയണം. അതാണ് ഉത്തമയായ ഒരു ഭാര്യയുടെ ധർമ്മം. ഞാൻ അതേ ചെയ്തുള്ളൂ. ഇപ്പൊ മാത്രമല്ല, ഇനി അങ്ങനെ തന്നെ ചെയ്യും. അതാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. എവിടെയായിരുന്നു? ഇവിടെ നിരഞ്ജനും അക്ഷയായിട്ട് നല്ല വഴക്കായിരുന്നു. ഓ, അപ്പൊ അയാളുടെ എത്തിയല്ലേ? മധുരപലഹാരമൊക്കെ വാങ്ങിക്കൊണ്ടാ വന്നേ. അക്ഷര ഇത് വാങ്ങിച്ചിട്ട് ഒറ്റയേറ്. അതോടെ നിരഞ്ജൻ അങ്ങ് ഇറങ്ങിപ്പോയി. തെറ്റേ അക്ഷരയുടെ ഭാഗത്താ. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്റെ മോള് ചെയ്തതില് ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അയാൾ എന്താണോ അറിയിക്കുന്നത് അത് തന്നെയാ അവൾ അയാൾക്ക് കൊടുത്തത്. ഇങ്ങനെയായ എങ്ങനെയായിട്ടാ? ഓരോ ദിവസം ചെല്ലുന്തോറും ഈ വഴക്ക് മൂർച്ഛിച്ചു വരിക. അത് ആരുടെ കുറ്റം കൊണ്ടാ? എന്റെ കുറ്റം കൊണ്ടാണ്? അതോ അക്ഷരയുടെ കുറ്റം കൊണ്ടാണ്? അയാൾ തോന്നിവാസം കാണിക്കുന്നു, അതും പരസ്യമായിട്ട്. അതൊക്കെ കണ്ട് മിണ്ടാതെ വായുമ്പൊത്ത് നിൽക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ബഹളം ഉണ്ടാക്കിയ അകലം കൂടുകല്ലേ ഉള്ളൂ ഏട്ടാ. ഞാനിപ്പോ എവിടെന്നാ വരുന്നതെന്ന് നിനക്കറിയാവോ? ദേവികയുടെ വീട്ടിൽ നിന്ന്. അവിടെ എന്നെ കൂടാതെ വേറെ 2 പേര് കൂടി ഉണ്ടായിരുന്നു. ഒന്ന് എന്റെ മരുമകൻ നിരഞ്ജൻ, മറ്റേത് അവള്. അറപ്പുണ്ട് ആ പേര് പറയാൻ. അല്ല, അവരെന്തിനാ അവിടെ വന്നേ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്തിനാ അവൻ അവളെയും കൂട്ടി അവിടെ പോയത്? ഇത് ചോദിക്കുമ്പോ ദേഷ്യപ്പെടാൻ നിന്നാ പിന്നെ നമ്മളെന്ത് ചെയ്യും? അക്ഷരയോട് സമാധാനമായിട്ടിരിക്കണമെന്ന് പറയണമെന്നുണ്ട് എനിക്ക്. പക്ഷേ അവളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കാര്യങ്ങള് കൈവിട്ടു പോവാണല്ലോ ഏട്ടാ. അങ്ങനെയൊന്നും പോകാൻ ഞാൻ സമ്മതിക്കില്ല. പിടിച്ചു കിട്ടും ഞാൻ രണ്ടിനെ. എന്റെ ശരീരത്തിനേ ക്ഷീണമുള്ളൂ, മനസ്സിന് ക്ഷീണമൊന്നുമില്ല. പിന്നെ നീ വെറുതെ ഓരോന്ന് അവളോട് പറഞ്ഞ് അവളുടെ മനസ്സിൽ തീ കോരിയിടണ്ട. ഈ വിഷയം വേണ്ടുന്ന രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. എനിക്കറിയാം എന്ത് വേണമെന്ന്. മനസ്സിലായോ? നീ പോയി എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കും. നല്ല ക്ഷീണം. ചന്ദ്ര കോടതിയിലേക്കല്ലേ വന്നത്? അതെ. എന്നിട്ട് അവളവിടെ?
അവള് സബ് ജയിലിലേക്ക് പോയി വിഷ്ണുവിനെ ഇറക്കാൻ. കഷ്ടം. എന്തിനാ അവളെ അങ്ങോട്ട് വിട്ടത്? അവൾ അത് ആഗ്രഹിക്കുന്ന ചേച്ചി. ആഗ്രഹിക്കും. അവര് തമ്മിലുള്ള ബന്ധം അങ്ങനെയാണല്ലോ. ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അതെ, സിദ്ധുവും ചന്ദ്രയും തമ്മിലുള്ള ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. വിഷ്ണുവിനെ പുറത്തിറക്കി കഴിഞ്ഞു. ഇനി അടുത്ത തവണ ഡിവോഴ്സ് കേസ് വിളിക്കുമ്പോൾ രണ്ടാളും ഹാജരാവും.